അപ്പം രാവിലെ എഴുന്നേറ്റ് നേരെ എൻ്റെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന, ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ദിവസം വന്നേക്കാണ്. നമ്മൾ നാട്ടിൽ പോവാ. അതും ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആട്ടോ. അപ്പം എല്ലാവർക്കും സർപ്രൈസ് ആണെന്ന് വെച്ചാൽ അല്ല, അനുവിൻ്റെ പേരൻസിന് ജസ്റ്റ് അറിയാം, പക്ഷെ നമ്മൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. മെയിൻ എൻ്റെ ലക്ഷ്യം എൻ്റെ ചേട്ടായിനെ സർപ്രൈസ് ആക്കാന്നാണ്. ഹെയറാബീനെ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടായി അർച്ചനയെ കൊണ്ട് കാണിച്ചിട്ട് അവർ എക്സൈറ്റ് ആകുന്ന, അവർ ആ സർപ്രൈസ് ആണെന്ന് എനിക്ക് കാണണം. അങ്ങനെ ആ ലക്ഷ്യം വെച്ചിട്ട് വീട്ടിൽ കുറേ കള്ളത്തരയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫ്ലൈറ്റിലാകുമ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റു. ഇവിടെ അത്യാവശ്യം വെളിച്ചമുണ്ട് കേട്ടോ, പക്ഷെ സമയം 5:45 ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിരുന്നു. ഭയങ്കര ഒരുപാട് പാക്ക് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ രണ്ടുപേരുടെയും പേരൻസ് വന്നിട്ട് പോയിട്ട് ഒരുപാട് നാളായിട്ടില്ല. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അത്യാവശ്യം കൊണ്ടുപോകാനൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഹെറാബിക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് ഉണ്ടാക്കണം, അതും കൂടെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്യുക, പിന്നെ അവളെ ഡ്രസ്സ് ചെയ്തെടുക്കുക, നമ്മൾ റെഡി ആവുക, എന്നിട്ട് നമുക്കിറങ്ങാം. ഈ പെട്ടി പാക്ക് ചെയ്ത് ഇങ്ങനെ ഫുള്ള് റെഡി ആയിട്ടിരിക്കുമ്പോഴാട്ടോ നാട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് ലെവൽ അങ്ങ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പാസ്പോർട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം ഹെറാബിയുടെ. അപ്പം നമുക്ക് എങ്ങനെയാ ഒരു കട്ടൻ കാപ്പി അങ്ങ് തുടങ്ങുമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കാപ്പി കുടിച്ചുകൊണ്ട് അവളുടെ ഫുഡിനെ വെക്കാം. ആൾ നല്ല ഉറക്കം കേട്ടോ. ഈ ഏത്തപ്പഴവും നെയ്യും കൂട്ടി ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഇതേ ഹെറാബി നല്ല ഉറക്കം, നമുക്ക് അവളെ വിളിച്ചുണർത്താം. ഇതൊരു വലിയ ടാസ്ക് കേട്ടോ, കാരണം അവളെ നോർമലി എഴുന്നേക്കുന്ന ടൈം ആയില്ലല്ലോ. ഓയ് ഗുഡ് മോർണിംഗ്. രാവിലെ ഡാഡയുടെയും ഡുഡയുടെയും പ്ലേ ടൈം ഉണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ അങ്ങ് റെഡിയായി കേട്ടോ. അതിനുശേഷം നമുക്കൊരു ടാസ്ക് കിടപ്പുണ്ട്, വീഡിയോ വിളിക്കണം. സി യു ടുമോറോയും ടാറ്റയും പറഞ്ഞ് കോള് വെച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിച്ച്, അത് നമ്മളിനി വിളിക്കത്തില്ല, നാളെ വിളിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള എല്ലാ ഐഡിയ ഉണ്ടാക്കി വിളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ അവർക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഓഫീസിൽ എക്സ്റ്റൻഡ് ആയിട്ട് എന്തെങ്കിലും പാർട്ടിയോ മീറ്റിംഗ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അനുവന്ത് വന്നു കഴിഞ്ഞാൽ അനുവന്ത് ഒറ്റയ്ക്ക് കൊച്ചിനെ നോക്കുന്ന കാരണം തിരക്കാണെന്നാണ് അവരുടെ ഒരു വിചാരം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ അയ്യോ പാടാണെങ്കിൽ വിളിക്കുമ്പം പിന്നെ പാടാവുമല്ലോ എന്ന് കുറച്ച് പേര് വിളിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എന്നെ വിളിക്കത്തില്ല. അപ്പൊ രാവിലെ നമ്മളൊരു ഡ്രാമയൊക്കെ ഇറക്കി, ഞാൻ ഓഫീസിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ എഴുന്നേറ്റത് കാരണം വിളിച്ചു തന്നുകൊണ്ട് നമ്മളൊരു വീഡിയോ കോളൊക്കെ വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പോവാം. അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമൻ, മാമി, അച്ചച്ചൻ, അച്ചമ്മ, ചേട്ടായിമാര്, അപ്പച്ചി, എത്ര പേരെ കാണാനിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഹെറാബി റെഡിയാക്കി അവളുടെ സീറ്റിലിരുത്താവേ. നോക്കിക്കേ, ടാറ്റ പോവാൻ ഞങ്ങൾ ഓൾവേസ് റെഡിയാ. അപ്പോൾ രാവിലെ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന അരുൺ ചേട്ടനാണ്. അപ്പോൾ അരുൺ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ബ്രസൽസ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കൊച്ചിക്ക് പോകുന്നത്. ഇത് ഹെറാബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ പോയപ്പോൾ അവൾ വളരെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഈ ഫ്ലൈറ്റിലും നമ്മൾ പോകുന്നത് യാത്രയ്ക്ക് അവൾക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാലും ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും അവൾ വഴക്കാവുമോ, അവൾക്ക് ചെവിക്ക് വല്ല വേദന വരുമോ എന്നൊക്കെ നമുക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ തുള്ളി കളിച്ച് ഫ്ലൈറ്റ് കയറാൻ പോവുക. ഞങ്ങൾക്ക് ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടം, പുതിയ പുതിയ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൾ ഇരിക്കുവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോപ്പിൻ്റെ ഇങ്ങനെ ഇതിനകത്തോടൊക്കെ കയറിപ്പോയപ്പോൾ കളറും ലൈറ്റും എല്ലാം കണ്ടിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എവിടെ നോക്കണമെന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. നമ്മളങ്ങനെ ഗേറ്റിലെത്തി. ബോഡിയിൽ കുറച്ച് നേരം കൂടെ ഉണ്ടായി. ആ ഗ്യാപ്പിൽ ഇവളെ അങ്ങ് നിലത്തിറക്കി വിട്ടു. എക്സ്പ്ലോർ ചെയ്യാനാണോ അങ്ങനെയും പറയാം, പക്ഷെ ഞങ്ങൾ കുറച്ച് ടയേർഡ് ആയിക്കോട്ടെ എന്നോർത്ത് ഇറങ്ങി വിട്ടിരിക്കുന്നത്. ടയേർഡാകുമ്പോൾ ഫ്ലൈറ്റിൽ കയറി കിടന്ന് ഉറങ്ങുമല്ലോ, അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും അവസാനത്തെ ഫ്ലൈറ്റ് കയറുക. ആ കയറുന്ന ഡോറിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്ട്രോളർ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അവർ ഈ കവറിലേക്ക് ഇട്ട് കെട്ടി സെറ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുപോകും. അന്നേരം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ലഗേജ് എടുക്കാൻ ചെല്ലില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ സ്ട്രോളർ കളക്ട് ചെയ്യാം. നമ്മൾ കുറച്ച് ന്യൂ ടോയ്സ് കേട്ടോ അവളായിട്ട് കയറുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റിന് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ കയറി കുറച്ച് നേരം ഇരുന്ന് കളിച്ചപ്പോൾ ഒരു കുഞ്ഞി ചേട്ടൻ്റെ കൈ വരുന്നു ഫ്രണ്ട് സീറ്റേന്ന്. അതിഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് സ്ലാപ്പായി. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ്. എന്നിട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ പുതിയ ടോയ്സൊക്കെ വെച്ച് ഞങ്ങൾ കളിച്ച് ഡാഡേനെ അമ്മേനെയൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നു ആ ചേട്ടായിയുടെ കൈ. ആ ചേട്ടനുമായിട്ട് കുറേ നേരം കളിച്ചു കേട്ടോ. ചേട്ടന് ഹാപ്പി, ഹെറാബി ഹാപ്പി. അങ്ങനെ നമ്മൾ കുറേ നേരം ഫ്ലൈറ്റിലിരുന്ന് ഏറ്റവും അവസാനം നമ്മുടെ അബുദാബി എത്തി. ഇനി അബുദാബിയിൽ നിന്ന് നമുക്ക് മാറി അടുത്ത കൊച്ചി ഫ്ലൈറ്റിന് കയറാൻ സമയം വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓടിക്കതച്ച് ചെന്ന് അവിടെ നിന്നൊരു ബഗ്ഗി റൈഡും കിട്ടി. അതിൽ നിന്ന് സെക്യൂരിറ്റി എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഏറ്റവും അവസാനം ഫ്ലൈറ്റിൽ കയറി.
ഇത് കൊച്ചി ലാൻഡ് ചെയ്തപ്പോഴോ നല്ല അടിപൊളി മഴ. എന്ത് രസമല്ലേ ആ ഒരു മഴ കാണാൻ. അങ്ങനെ വന്ന് ഞങ്ങൾ ആനുമാമയെ കണ്ടല്ലോ. ആനുമാമയുടെ കൂടുതലിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങണം. പിന്നെ എന്താ നമ്മുടെ മെയിൻ ടാസ്ക് പെട്ടി എടുക്കല. പെട്ടിയും കിട്ടിയേ. കൊച്ചിൻ്റെ സ്ട്രോളറും വന്ന് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങുക. പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് അച്ചച്ചൻ നിൽപ്പുണ്ട്. അച്ചച്ചനെ കണ്ടതേ ചാടിപ്പോയി കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. വണ്ടി വന്നു കഴിഞ്ഞ് എല്ലാം ലോഡ് ചെയ്ത് നമ്മളിതേ പോവുക കേട്ടോ. ഈ മഴയിൽ നമ്മുടെ നാട് കാണാൻ ഭയങ്കര ഭംഗി. നമ്മുടെ വീടെത്തിയേ. അപ്പച്ചിയോടെ വെയിറ്റ് ചെയ്തിരിക്കുക. വന്നതേ അപ്പച്ചിയുടെ കയ്യിലും ചാടിപ്പോയി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര പരിചയമാണ്, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അച്ചമ്മയുടെ കയ്യിലും പോയി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. നല്ല മഴ, ഇത്രയും നല്ല മഴയൊക്കെ അവൾ ആദ്യമായിട്ടോ കാണുന്നത്. അതൊക്കെ കണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാവിലെ സമയത്ത് നമ്മൾ 6 മണിയായപ്പോൾ എത്തിയത്. അപ്പോൾ അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പൊറ്റിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചേട്ടായിമാരെ കാണാൻ പോവുക. ചേട്ടായിമാർ രണ്ടൊരു ഉറക്കവന്മാർക്ക് അറിയത്തില്ല കേട്ടോ ഇവള് വരുന്ന കാര്യം. ഞെട്ടിപ്പോയി. ആരാന്ന് മനസ്സിലാവുന്നുമില്ല, ഉറക്കം തെളിയുന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹെറബി ഇത് ആരാ? ഇഷാൻ ചേട്ടൻ റേഞ്ചേട്ടനാണോ? ഹലോ. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്റെ വീട്ടിലേക്ക് പോലെ ഇറങ്ങിയേക്കും കേട്ടോ. അമ്മയും അച്ഛയും. അപ്പൊ ഞാൻ ഇങ്ങനെ അവരുണ്ടോന്ന് അറിയാൻ വിളിച്ചപ്പം അവര് കോട്ടയത്ത് ഷോപ്പിങ്ങിന് പോയേക്കാം. അവരെന്നിട്ട് മേടിച്ച് തിരിച്ചു വരാറായെന്നൊക്കെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുക. തിരിച്ചെത്തിയിട്ടുണ്ടോന്ന് കറക്റ്റ് അറിയില്ല. എന്നാലും നമ്മൾ ഇവിടുന്ന് പാലായിന്ന് തിരുവഞ്ചൂർക്ക് പോവാ. അപ്പം അവിടെ ചെന്നിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാം. നമ്മൾ സർപ്രൈസ് ആയിട്ട് പുറത്ത് വെക്കേണ്ട വരുമോന്നും അറിയത്തില്ല. ഏതായാലും പോവാം. അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ നമ്മൾ സർപ്രൈസായി. അവരെത്തിയില്ല. അപ്പം നമ്മൾ ഷീലാൻഡിയുടെ വീട്ടിൽ കയറി. ആദ്യ ചേട്ടനുമൊത്ത് കുറച്ച് നേരം കാർട്ടൂൺ കണ്ടു. അപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ കയറി വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് അവർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പതുക്കെ വീട്ടിലോട്ട് നടന്ന് കയറുവാണേ. ബെല്ലടിച്ചു. അകത്തുനിന്ന് അനക്കൊന്നും കേൾക്കുന്നില്ല. ഒന്നും കൂടെ കോളിംഗ് ബെല്ലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതല്ലേ സർപ്രൈസ്. എന്നാൽ ഈ സന്തോഷമൊക്കെ അങ്ങ് കാണാൻ പറ്റുമോ? ഞങ്ങളെ നിങ്ങൾ ഇടക്കിടക്ക് വിളിച്ചോട്ട് നിങ്ങൾ എത്താറായോ എന്നറിയാം. അങ്ങനെ ഹെയറാബി ഫസ്റ്റ് ടൈം മാമിയെ മീറ്റ് ചെയ്തേക്കുക. പിന്നെ അപ്പൂപ്പയും അമ്മമ്മയും അവർ 1-2 മാസം വരെ ഹെയറാബിയുടെ കൂട്ടത്തിൽ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നേ. എന്നാലും കുറേ നാളിന് ശേഷം കാണുന്നല്ലോ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അച്ഛൻ ഇങ്ങനെ ഹെയറാബിയെ കളിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, എന്നാൽ ചെറിയൊരു സങ്കടമുണ്ട് കേട്ടോ. തിരിച്ചെത്തിക്കഴിയുമ്പോൾ ഇവളതൊക്കെ മിസ് ചെയ്യുമല്ലോ. എൻ്റെയും ചേട്ടായുടെയും ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്ന ആൾ അച്ഛയാണ്. ഒരുപാട് സമയം ഞങ്ങളുടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ ഈ ട്രിപ്പിൻ്റെ തന്നെ ലക്ഷ്യം ചേട്ടായി. അങ്ങനെ ചേട്ടായി കയറി വന്നപ്പോൾ നമ്മൾ ഡോർ അടച്ചിട്ട് അവളെ അങ്ങ് ഇരുത്തി. ചേട്ടായിക്ക് കയറി വന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല, അങ്ങ് പകച്ചുപോയി. അമ്മമ്മ മേടിച്ച് വെച്ചൊരു കളിപ്പാട്ടായിരുന്നു കേട്ടോ. അതുമായിട്ടിരുന്ന് കളിച്ചപ്പോഴാണ് മാമൻ വന്ന്. മാമൻ ടാറ്റ കൊണ്ടുവന്നോർത്ത് ചാടി പോകാൻ പോയി. മാമനാണ് എന്നെ ചെയ്യേണ്ടത് പറഞ്ഞത്. മാമൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് മാമൻ ഓടി. എന്നിട്ട് വന്ന് എടുത്തു കേട്ടോ. അവസാനം മാമൻ്റെ കയ്യിലോട്ട് ഹെയറാബി. ഈ ട്രിപ്പിൻ്റെ മൊത്തം എൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗോളും എൻ്റെ ഒരു ഡ്രീമും എല്ലാം അച്ചീവ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ചേട്ടയുടെ കയ്യിൽ ഇവളിങ്ങനെ ഇരിക്കുക എന്നുള്ളത്, അത് സർപ്രൈസായിട്ട് കൊടുത്തിട്ട് ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി.